ഗുരുകുല വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് കുട്ടികൾ വീട്ടിലേക്ക് മടങ്ങുന്ന അവസരത്തിൽ ഗുരു കൊടുക്കുന്ന 15 നിർദ്ദേശങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നത്. അതിൽ 6 നിർദ്ദേശങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത്. സത്യം വദ, ധർമ്മം ചര, എന്നും പഠിക്കണം, എന്നും പഠിപ്പിക്കണം, സത്യമേ പറയാവൂ, ധർമ്മമേ ചെയ്യാവൂ. ഇനി 9 നിർദ്ദേശങ്ങൾ കൂടി ഉണ്ട്. 15 എണ്ണമാണ്. അതിൽ 7ാമത്തേത് ആചാര്യന് ദക്ഷിണ കൊടുക്കണം എന്നാണ്. ആചാര്യന് ദക്ഷിണ കൊടുക്കുക. ആചാര്യൻ എന്ന് വെച്ചാൽ ആ വാക്കിൻ്റെ അർത്ഥം ആചാരങ്ങൾ ഉണ്ടാക്കുന്നവൻ എന്നാണ് ആചാര്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പണ്ട് കാലത്തൊക്കെ ഒരു നാട്ടിൽ ജനങ്ങൾ അധ്യാപകനെ നോക്കിയാണ് തീരുമാനം. മാഷ് എന്താ ചെയ്യുക, ആ മാഷ് എന്താ ചെയ്യണം, ആ മാഷ് എപ്പോഴാണ് വിത്തിറക്കണേ, അപ്പോൾ എല്ലാവരും വിത്തിറക്കി. ആ മാഷ് എന്ത് വിത്തിറക്കണേ, അപ്പോൾ എല്ലാവരും അത് തന്നെ. അത് ആചാരം സൃഷ്ടിച്ചിരുന്ന ആളാണ് ആചാര്യൻ, ഗുരു. ആ ആചാര്യന് ദക്ഷിണ കൊടുക്കണം എന്നാണ്. എന്താണ് ദക്ഷിണ കൊടുക്കുക? പാക്കും വെറ്റിലാണോ? അതൊക്കെ കൊടുക്കാം. വേറെ എന്തെങ്കിലും ആണോ? അതൊക്കെ കൊടുക്കാം, വിരോധമല്ല. പണമാണോ? അതും ആവാം. പക്ഷേ ആചാര്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ ദക്ഷിണ അതൊന്നുമല്ല. അവൻ 2 കാര്യങ്ങളാണ്. ഒന്ന്, അവനുണ്ടാക്കുന്ന റിസൾട്ട്. ആ റിസൾട്ട് ഒരു പരീക്ഷയുടെ അവസാനത്തെ ഫലമായിരിക്കാം, അതൊന്ന്. 2, അവൻ സമൂഹത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്. അതാണ് ഏറ്റവും വലിയ ദക്ഷിണ. തൻ്റെ ഒരു വിദ്യാർത്ഥി ആ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, അതാണ് ഒരു ഗുരുവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ദക്ഷിണ. ആ വ്യക്തിയുടെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ നമ്മൾ തന്നെ ചോദിക്കും, ഇയാൾ ആരുടെ ശിഷ്യനാണ് എന്നൊക്കെ. നന്നായിട്ട് പാട്ട് പാടുന്ന ഒരു വ്യക്തി, അപ്പോൾ പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, ഇത് ആരുടെ ശിഷ്യയാണ്, ആരുടെ ശിഷ്യനാണ്? നന്നായി നൃത്തം ചെയ്യുന്നു, അപ്പോഴും ചോദിക്കും. നല്ല വാദ്യം, അപ്പം അവിടെയൊക്കെയാണ് ഇത് പ്രത്യേകമായിട്ട് ചോദിക്കുക. കഴിഞ്ഞൊരു ദിവസം LKGയിൽ പഠിക്കുന്നൊരു കുട്ടിയെ ഞാൻ കണ്ടുമുട്ടുകയുണ്ടായി. ആ കുട്ടി സംസാരിക്കുന്നതുമൊക്കെ കേട്ടപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചത് ഏത് സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത് എന്ന്. ഞാൻ ചോദിക്കാൻ കാരണം ആ കുട്ടി അത്ര നന്നായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ഒക്കെ ചെയ്യുന്നു. വാസ്തവത്തിൽ ആ കുട്ടിയുടെ പെരുമാറ്റം, സംസാരം ആ സ്കൂളിന് ഒരു ദക്ഷിണയാണ്, ആചാര്യന് ഒരു ദക്ഷിണയാണ്. ഒരു സ്കൂളിൽ നിന്ന് പഠിച്ച് പുറത്തു വരുന്ന വിദ്യാർത്ഥികൾക്ക് അത്തരത്തിലുള്ള ഒരു ധർമ്മം കൂടി ഉണ്ട് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ സ്കൂളിൻ്റെ പേര് നിലനിർത്താം. പണ്ട് സ്കൂളുകൾക്കൊക്കെ വലിയ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഓക്സ്ഫോർഡ്, ഹാർവാർഡ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള യൂണിവേഴ്സിറ്റികൾ, അതിൻ്റെയൊക്കെ പേര് നിലനിർത്താനുള്ള ഒരു ചുമതല അവിടെ നിന്ന് പഠിച്ചു വരുന്ന ഒരു വിദ്യാർത്ഥിക്കുണ്ട്. അതാണ് ഏറ്റവും വലിയ ദക്ഷിണ. 8ാമത്തേത് അനുരൂപയായ ഒരു സ്ത്രീയെ കണ്ടെത്തി വിവാഹം ചെയ്ത് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് തലമുറ നിലനിർത്തണം എന്നാണ്. ഓരോ പുരുഷനും ഓരോ സ്ത്രീക്കും ഈ ചുമതലയുണ്ട്. ഇത് അനുരൂപയായ സ്ത്രീയെ എന്ന് പറയുമ്പോൾ അതിനൊരു കാരണമുണ്ട്. അന്ന് കാലത്ത് പഠിക്കാൻ പോയിരുന്നത് അധികവും ആൺകുട്ടികളാണ്, പെൺകുട്ടികൾ അധികം പോകാറില്ല, ഗുരുകുല വിദ്യാഭ്യാസമൊക്കെ ഉള്ള കാലഘട്ടത്തിൽ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എപ്പോഴാണെങ്കിൽ അനുരൂപനായ ഒരു പുരുഷനെ കണ്ടെത്തി തലമുറ നിലനിർത്തണം എന്ന് പറയേണ്ടിയിരിക്കും. രണ്ടും പറയണം. അനുരൂപനായ എന്ന് പറയുമ്പോൾ രൂപ എന്നല്ല അർത്ഥം. നമുക്ക് യോജിച്ച, ഈ യോജിച്ച എന്നുള്ള വാക്കിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്.
സാംസ്കാരികമായിട്ട്, മതപരമായിട്ട്, സാമ്പത്തികമായിട്ട്, ഈവൻ രാഷ്ട്രീയമായിട്ട് ഒക്കെ യോജിപ്പ് വേണം. അല്ലെങ്കിലോ വലിയ കല്ലുകടി കുടുംബജീവിതത്തിലുണ്ടാവും. ഇന്ന് അതൊന്നും നോക്കുന്നില്ല. കുട്ടികൾ പലപ്പോഴും വിവാഹബന്ധത്തിലൊക്കെ ഏർപ്പെടുമ്പോൾ ഇത് നോക്കാതെ ചെയ്യുന്നു. അത് പലപ്പോഴും അവരവരുടെ തന്നെ കുടുംബജീവിതത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പരിചയമുള്ള ചില കേസുകൾ ഞാൻ പറയുകയാണ്. മാതാപിതാക്കളുടെ കൂടെ അനുവാദത്തോടും അവരുടെ കൂടെ പരിശ്രമത്തോടു കൂടി അനുരൂപയായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുക. അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ കുടുംബജീവിതത്തിലെ കല്ലുകടി കുറയും, കുറേ കൂടി സ്നേഹം പങ്കുവയ്ക്കുന്ന കുടുംബമായി മാറുകയും ചെയ്യും. 9, ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം എന്നാണ്. ആധ്യാത്മിക കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ പള്ളിയിൽ പോകണം, അമ്പലത്തിൽ പോകണം എന്നൊക്കെ ഒന്നും അല്ല അതിൻ്റെ അർത്ഥം. പ്രാർത്ഥിക്കണം, അതെല്ലാം അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഭാഗമാണ്. മനുഷ്യന് ശരീരം, മനസ്സ്, ആത്മാവ്, ഇങ്ങനെ 3 എണ്ണമുണ്ട്. ഇതിൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കഴിവുകൾ വളർത്തിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ആത്മാവിൻ്റെ കഴിവുകൾ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കാറില്ല. അങ്ങനെയുള്ളൊരു വ്യക്തിയെ ഞാനൊരു വികലാംഗനായിട്ടാണ് കാണുക. നമുക്ക് 2 കൈകളുണ്ട്, അതിലൊരു കൈ ശോഷിച്ചിരിക്കുന്നു, ഒരു കൈ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നു. നമ്മൾ അയാളെ വിളിക്കുക വികലാംഗൻ എന്നല്ലേ. അതുപോലെ 3 ഭാഗങ്ങളുള്ള മനുഷ്യൻ ശരീരവും മനസ്സും മാത്രം ശക്തി പ്രാപിക്കുകയും ആത്മാവ് ദുർബലമാവുകയും ചെയ്യുമ്പോൾ അയാളെ ഒരു വികലാംഗൻ എന്ന് മാത്രമേ നമുക്ക് വിളിക്കാൻ കഴിയുള്ളൂ. അയാളുടെ ആത്മാവ് ശക്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അവനിൽ ശക്തി പ്രാപിക്കുക എന്നാണ്. ആത്മാവ് ശക്തി പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ശക്തി പ്രാപിക്കുക. ദൈവത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്നേഹിക്കുക, കരുണ കാണിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക, ഇതൊക്കെയാണ്. ദൈവം അത് മാത്രമാണ് ചെയ്യുന്നത്. ദൈവം നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് ആവശ്യമുള്ളതെല്ലാം തന്നുകൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ആധ്യാത്മികതയ്ക്ക് ഞാനിങ്ങനെ ഒരു ഡെഫിനേഷൻ കൊടുക്കാറുണ്ട്. അത് ഇതാണ്: എനിക്ക് വിശക്കുന്നു, എനിക്ക് ഭക്ഷണം വേണം എന്നുള്ള എൻ്റെ തോന്നൽ എൻ്റെ ഭൗതികതയാണ് കാണിക്കുന്നത്. എൻ്റെ അയൽക്കാരന് വിശക്കുന്നു, അവനും ഭക്ഷണം വേണം. വിശപ്പ് ഒരു ഭാഗം മാത്രമായിട്ടുള്ള ആവശ്യങ്ങൾ, അയൽക്കാരന് ആവശ്യങ്ങളുണ്ട്, അത് നിറവേറണം എന്ന് ഞാൻ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ എന്നിൽ ദൈവികത, ആധ്യാത്മികത വളർന്നു വന്നിട്ടുണ്ടാവും. പലപ്പോഴും ഇന്നതില്ല, സ്വാർത്ഥതയാണ്. അവനവൻ്റെ കാര്യം മാത്രം നോക്കുന്നതാണ്. സ്വാർത്ഥത കട്ട പിടിച്ച ജീവിതമാണ് പലരും നയിക്കുന്നത്. അപ്പോൾ അന്ന് ഗുരു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നീ ആധ്യാത്മികത വളർത്തിയെടുക്കണം എന്ന്. 9. 10, പിതൃക്കൾക്കും അതുപോലെ ദേവന്മാർക്കും പ്രീതി ഉള്ള കാര്യങ്ങൾ ചെയ്യണം എന്ന്. പിതൃക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലോകത്തിലേക്ക്, ഈ കാലഘട്ടത്തിലേക്ക് വന്ന, ഇതിനിടയാക്കിയ എല്ലാവരും, നമ്മൾ ഈ കാലഘട്ടത്തിലേക്ക് ഈ സ്ഥലത്ത് വന്ന് ചേർന്നതിൻ്റെ പുറകിൽ ഒരുപാട് ആളുകളുണ്ട്. അല്ല, ആദ്യത്തെ കുരങ്ങനെ വിട്, ബാക്കി താഴോട്ട് അവിടെ നിങ്ങോട്ട് എത്രയോ പേരാണ്. അവരിലൂടെയൊക്കെയാണ് നമ്മൾ ഇവിടെ ഇന്ന് ഈ നിലയ്ക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അവരെ ഓർക്കണമെന്നാണ്. ദിവസവും എഴുന്നേറ്റ് നമ്മൾ നമ്മുടെ പിതൃക്കളെ ഓർക്കണം. പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്ന ഒരു രീതിയുണ്ട്.
അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും മെച്ചം കിട്ടുമോ ഇല്ലയോ, അത് നമ്മുടെ ഒരു വിശ്വാസമാണ്. ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണ്. പക്ഷെ ഒരു കാര്യം, അവരെ നമ്മൾ ഓർക്കുന്നത്, അവരോട് നന്ദിയുള്ളവരായിരിക്കുന്നത് ആവശ്യമായ കാര്യമാണ്. നമ്മളെ ഇവിടേക്ക് എത്തിച്ചത് അവരാണ്. ഈ വലിയ നീണ്ട കണ്ണിയിൽ, എത്രയോ നീണ്ട ചങ്ങലയിൽ എത്രയോ കണ്ണികൾ അങ്ങനെ ഉണ്ട്. നമ്മളതിലൊരു ഏറ്റവും അവസാനത്തെ കണ്ണിയായി നിൽക്കുകയാണ്. അപ്പോൾ അവരെ ഓർക്കുക, ദേവന്മാരെ ഓർക്കുക, അവർക്ക് പ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതാണ് 10ാമത്തേത്. 11ാമത്തേത് ഐശ്വര്യത്തിന് വേണ്ടതെല്ലാം ചെയ്യുക. ഐശ്വര്യം എന്ന് പറഞ്ഞ വാക്കൊരു പക്ഷേ ഈശ്വരനുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം. ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കും. കുടുംബത്തിൽ ഐശ്വര്യമുള്ള കുടുംബം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വലിയ പണമൊക്കെ ഉള്ള കുടുംബമൊന്നും അല്ല, ആവണമെന്നില്ല. പണമുള്ള കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടായിക്കൂടാന്നൊന്നുമില്ല. ഈശ്വരാധീനവും ഇത് ചെയ്യുന്നതെല്ലാം ശരിയാകുക. അവിടെ വലിയ രോഗങ്ങളോ കഷ്ടപ്പാടുകളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ അപകടങ്ങളോ ഒന്നുമില്ല. അതൊക്കെയാണ് നമ്മൾ ഐശ്വര്യമുള്ള കുടുംബം എന്ന് നമ്മൾ പറയുന്നത്. പരസ്പരം നല്ല സ്നേഹം ഉണ്ടായിരിക്കുക, മാതാപിതാക്കളും മക്കളും തമ്മിൽ സ്നേഹം ഉണ്ടാവുക, അയൽക്കാരായിട്ടൊക്കെ സ്നേഹം ഉണ്ടാവുക. അതൊക്കെയാണ് ഐശ്വര്യമുള്ള കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഐശ്വര്യം ഉണ്ടാകാൻ വേണ്ടി എന്തൊക്കെ വേണോ അതെല്ലാം ചെയ്യുക. നമ്മുടെ കുടുംബം ഐശ്വര്യമുള്ള കുടുംബമാണോ അല്ലയോ നമുക്ക് തന്നെ തിരിച്ചറിയാനായിട്ട് കഴിയും. മറ്റുള്ളവർക്ക് നമ്മളോടുള്ള ബന്ധം എങ്ങനെയാണ്, നമുക്ക് അവരോടുള്ള ബന്ധം എങ്ങനെയാണ്, മറ്റുള്ളവർക്ക് നമ്മൾ എത്രമാത്രം താങ്ങും തണലുമായിട്ട് നിൽക്കുന്നുണ്ട്, ഇതൊക്കെ അതിൻ്റെ ഭാഗങ്ങളാണ് ഐശ്വര്യമുള്ള കുടുംബം. 12ാമത്തേത് 12, 13, 14, 15 ഈ 4 ഒരുമിച്ച് പോകുന്നതാണ്. അത് പിതൃദേവോഭവ, മാതൃദേവോഭവ, ആചാര്യ ദേവോഭവ, അതിഥി ദേവോഭവ. സാധാരണയായിട്ട് മഹർഷിമാരൊക്കെ ഒരു അധ്യാപകൻ ഒരു കുഞ്ഞിനെ കാണുമ്പോൾ, വിദ്യാർത്ഥിയെ കാണുമ്പോൾ പറയേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്: പിതൃദേവോഭവ, മാതൃദേവോഭവ, ആചാര്യ ദേവോഭവ, അതിഥി ദേവോഭവ. എന്നുവെച്ചാൽ ആചാര്യനെ ദൈവത്തെ പോലെ കാണാൻ നിനക്ക് കഴിയട്ടെ, അപ്പനെ ദൈവത്തെ പോലെ കാണാൻ നിനക്ക് കഴിയട്ടെ, അമ്മയെ ദൈവത്തെ പോലെ കാണാൻ നിനക്ക് കഴിയട്ടെ, അതിഥിയെ ദൈവത്തെ പോലെ കാണാൻ നിനക്ക് കഴിയട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ മക്കൾ മാതാപിതാക്കളെ നോക്കിക്കാണുന്ന രീതി എങ്ങനെയാണ്? ദൈവത്തെ പോലെ കാണുന്നുണ്ടോ? മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ആ ചൊല്ലുണ്ടല്ലോ, അത് നമ്മുടെ മക്കളുടെയൊക്കെ ജീവിതത്തിൽ അന്വർത്ഥമാണോ? ഞാൻ ഇടയ്ക്ക് കുട്ടികളോട് ചോദിക്കാറുണ്ട്, ജീവിതത്തിൽ ഒരിക്കലും അപ്പനെയോ അമ്മയെയോ പറ്റിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പണസംബന്ധമായോ അല്ലെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ, ഏതെങ്കിലും പ്രവൃത്തികളിൽ എന്തെങ്കിലും ഒളിച്ചു വെച്ചോ ഒക്കെ പറ്റിച്ചിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുക എന്ന്, കൈ പൊക്കുക. കാര്യമായിട്ടൊന്നും ആരെയും കാണാൻ സാധിച്ചിട്ടില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മാതാപിതാക്കളെ പറ്റിച്ച് കഴിഞ്ഞുകൂടുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര്. ഒരിക്കലൊരു ഡോക്ടർ എൻ്റെ അടുത്ത് ചോദിച്ചു, പക്ഷേ ഒരു ദിവസം എത്ര ഗ്രാഫ് ബുക്ക് വേണം? ഞാൻ ചോദിച്ചു, എന്താ ഗ്രാഫ് ബുക്കോ? അതെ, എത്ര ഗ്രാഫ് ബുക്ക് വേണം, എന്താ കാര്യം എന്ന് ചോദിച്ചു. അല്ല, എൻ്റെ മകൻ എല്ലാ ദിവസവും ഒരു ഗ്രാഫ് ബുക്ക് വാങ്ങുന്നുണ്ടല്ലോ, ഇത്രയധികം ഗ്രാഫ് വേണോ? അപ്പോൾ എനിക്ക് സംഭവത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. ഞാൻ അന്വേഷിച്ചു, ഞാൻ പറയാം, പിന്നെ വിളിച്ച് പറയാം എന്ന് പറഞ്ഞു.
അങ്ങനെ കോളേജിൽ ചെന്നപ്പോൾ മകനെ കണ്ടു. ആ മകനെ വിളിച്ച് ഞാൻ ചോദിച്ചു, നീ എല്ലാ ദിവസവും ഒരു ഗ്രാഫ് ബുക്ക് മേടിക്കാറുണ്ടോ? പറഞ്ഞു പോവുക. അപ്പോൾ ആ അച്ഛനെ അവൻ പറ്റിക്കുകയാണ്. എന്തിനാണ് നീ ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഗ്രാഫ് ബുക്ക് മേടിക്കാറില്ല, ഗ്രാഫ് ബുക്ക് വാങ്ങാൻ പൈസ വാങ്ങാറുണ്ട്. ഒരു ഗ്രാഫ് ബുക്കിന് 2 രൂപയാണ്. ഇത് കുറച്ച് കൊല്ലം മുമ്പത്തെ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആ മകൻ ശരിക്കും ആ അച്ഛനെ പറ്റിച്ചിരുന്നു. ഇങ്ങനെ ടൈം ടേബിൾ പുസ്തകം അത് മേടിക്കാൻ പൈസ വാങ്ങുന്നവർ, പുസ്തകം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അത് വിറ്റിട്ട് പൈസ വാങ്ങുന്നവർ, നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് പൈസ വാങ്ങുന്നവർ, ഇങ്ങനെയൊക്കെ എത്രയോ പേരുണ്ട്. അപ്പോൾ സാമ്പത്തിക മേഖലയിൽ മാതാപിതാക്കളെ പറ്റിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അമ്മയെ പറ്റിക്കുന്നവരുണ്ട്, ഭക്ഷണപദാർത്ഥങ്ങൾ കട്ടെടുത്ത് തിന്നുന്നവരുണ്ട്, നുണ പറയുന്നവരുണ്ട്. അപ്പോൾ അപ്പനെയും അമ്മയെയും വേണ്ടത്ര ബഹുമാനിക്കാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. അതിന് ശരിക്കുള്ള ട്രെയിനിങ് ഈ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ കിട്ടുന്നില്ല. ഇതൊക്കെ ശരിക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടതാണ്. അവർ കണ്ടും കേട്ടും അവരുടെ അപ്പന്മാരെ അവർ പറ്റിക്കുന്നതൊക്കെ അവർ കണ്ടും കേട്ടും ഈ കുഞ്ഞുങ്ങൾ പഠിക്കുകയാണ്. അപ്പനെയും അമ്മയെയും ദൈവത്തെ പോലെ കാണുക, ബഹുമാനിക്കുക, ആദരിക്കുക. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന് പറയുമ്പോൾ അതിന് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അവരുടെ സംരക്ഷണയിൽ, മാതാപിതാക്കളുടെ സംരക്ഷണയിൽ കഴിയുമ്പോൾ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്: അവർ പറയുന്നത് അനുസരിക്കുക, അവരെ ഒരു കാരണവശാലും പറ്റിക്കാതിരിക്കുക, പറയുന്നത് അനുസരിക്കുക, അവരോട് നുണ പറയാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ അവരുടെ സംരക്ഷണയിലായിരിക്കുമ്പോൾ ചെയ്യേണ്ടത്. നമ്മൾ വളർന്നു വന്ന് അവർ നമ്മുടെ സംരക്ഷണയിൽ ആകും. ആ സമയത്ത് അവരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? അവർക്ക് സ്നേഹം കൊടുക്കുക എന്നുള്ളതാണ്. അവർക്ക് സ്നേഹം കൊടുക്കുക. എങ്ങനെ? എന്തൊക്കെയാണോ അവർക്ക് ആവശ്യമുള്ളത് അതെല്ലാം നമ്മൾ സമയത്തിന് എത്തിച്ചു കൊടുത്തിട്ടാണ് അവർക്ക് സ്നേഹം കൊടുക്കുന്നത്. ചിലപ്പോൾ അവർക്ക് കണ്ണു കാണില്ല, ചെവി കേൾക്കില്ല. അപ്പോൾ വാക്കുകൊണ്ട് ഒന്നും നമുക്ക് അവർക്ക് സ്നേഹം കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചെന്നിരുന്ന് അവരെ ഒന്ന് തലോടി, ഒന്ന് സ്പർശിച്ചു, തൊട്ടടുത്ത് ചെവിയിൽ അപ്പ, അമ്മ, അമ്മ എന്നൊക്കെ വിളിച്ചു. ഇതൊക്കെ സ്നേഹം കൊടുക്കുന്നതിൻ്റെ ഭാഗമാണ്. ദേവനെ ശുശ്രൂഷിക്കുന്ന അതേ മനോഭാവത്തോടു കൂടി അപ്പനെയും അമ്മയെയും നമ്മൾ ശുശ്രൂഷിക്കണം. ഞാൻ ആ വാചകം ഒന്നും കൂടി പറയാണ്. അപ്പനെയും അമ്മയെയും എങ്ങനെ ശുശ്രൂഷിക്കണം? ദൈവത്തെ ശുശ്രൂഷിക്കുന്ന പോലെ. അതാണ് പിതൃദേവോഭവ, മാതൃദേവോഭവ. എന്നാൽ ഇന്നത്തെ സ്ഥിതി അതൊന്നുമല്ല. അവരൊന്നും വേണ്ടതുപോലെ നോക്കണില്ല. കുറച്ച് കഴിഞ്ഞാൽ അനാശാലയിൽ കൊണ്ടുവന്നാക്കി. ചില വീടുകളിൽ അവർ അനാശാലയിൽ പോവില്ല, ഒറ്റയ്ക്ക് താമസിക്കും. എത്രയോ വലിയ റിസ്ക്കാണെന്നറിയാവോ? ഒറ്റയ്ക്ക് താമസിക്കുന്ന എത്രയോ പേരാണ് കൊല ചെയ്യപ്പെടുന്നതായിട്ടൊക്കെ നിങ്ങൾ പത്രത്തിൽ വായിക്കുന്നത്. അവർക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ പോകാനായിട്ട് പറ്റാത്തൊരവസ്ഥയായിരിക്കും. മക്കൾ വലുതായി അവർ ജോലി സ്ഥലത്ത് അവർക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അവരുടെ കൂടെ പോകാനൊരു മനസ്ഥിതി അവർക്ക് ഇല്ലാത്തൊരവസ്ഥ. അത് ചെറുപ്പകാലത്തിലെ കുടുംബ ബന്ധങ്ങളിൽ വന്നു പോയിട്ടുള്ള അപാകതകൾ കൊണ്ടൊക്കെ ആയിരിക്കുള്ളൂ അങ്ങനെ സംഭവിക്കുന്നത്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്ന് പറയുന്ന ആ 10 കൽപ്പനകളിലൊന്ന് ഈ 2 കാര്യങ്ങളാണ് നിഷ്കർഷിക്കുന്നത്. ഒന്ന്, നമ്മൾ അവരുടെ സംരക്ഷണയിലായിരിക്കുമ്പോൾ അവർ പറയുന്നത് അനുസരിക്കുക,
അവരോട് നുണ പറയാതിരിക്കുക, അവർക്ക് അവരെ പറ്റിക്കാതിരിക്കുക. അവർ നമ്മുടെ സംരക്ഷണയിലായിരിക്കുമ്പോൾ അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കുക, കരുതൽ കൊടുക്കുക, അവർക്ക് ആവശ്യമായത് എന്തോ അതെല്ലാം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആചാര്യ ദേവോഭവ, ആചാര്യനെ ദൈവത്തെ പോലെ കണക്കാക്കണം. ഞാനിങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. എപ്പോഴോ ഒരാളോട് ചോദിച്ചു, ദൈവത്തെയും അധ്യാപകനെയും ഒരുമിച്ച് കണ്ടാൽ നീ എന്താ ചെയ്യുക? അപ്പോൾ അയാൾ പറഞ്ഞു അത്രേ, ഞാൻ ആദ്യം നമസ്കരിക്കുക അധ്യാപകനെയാണ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു. അധ്യാപകനാണ് എന്നെ ദൈവത്തെ കാണിച്ചു തന്നത്. അധ്യാപകൻ്റെ ജോലി അത്രയും ശ്രേഷ്ഠമാണ്. അധ്യാപകനാണ് ദൈവത്തെ കാണിച്ചു കൊടുത്തത്. അങ്ങനെയുള്ള ഒരു അധ്യാപകനെ നമ്മൾ എന്ത് ചെയ്യേണ്ടിയിരിക്കുന്നു? ദൈവത്തെ പോലെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. ആചാര്യ ദേവോ ഭവ. അവസാനമായിട്ട് അതിഥി ദേവോ ഭവ. അതിഥി എന്ന് പറഞ്ഞാൽ വിരുന്നുകാരൻ എന്നല്ല അർത്ഥം, നമ്മളങ്ങനെ കണക്കാക്കുന്നതാണ്. തിഥി നോക്കാതെ വരുന്ന ആളെന്നാണ് അർത്ഥം. തിഥി എന്ന് വെച്ച് കഴിഞ്ഞാൽ തീയതി നോക്കാതെ വരുന്ന ആൾ, ആ ആളാണ് അതിഥി. പണ്ട് കാലത്ത് ചില ദിവസങ്ങളിൽ മാത്രമേ വേറെ വീട്ടിലേക്ക് പോവുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ടാവാം. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ചിലപ്പോൾ ഒരു തോർത്തുമുണ്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു മേൽമുണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മുഷിഞ്ഞുണ്ടാവും. ഒരാൾ പുറത്തുനിന്ന് വരുമ്പോൾ പ്രസൻറ്റബിൾ ആവില്ല. കാലത്തോട്ട് പണിയെടുക്കണ്ടാവാം, മുഖത്ത് കരിയുണ്ടാവാം. അങ്ങനെ അത്തരം ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം കയറി വന്നാൽ ഈ വേഷമൊക്കെ കാണേണ്ടി വരും. അപ്പോൾ ഒരു തീരുമാനം അന്ന് പഴയ കാലത്ത് പൂർവികരെടുത്ത് വെച്ചിട്ടുണ്ടാവും, വേറെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇന്ന ദിവസം പോവാം. അപ്പോൾ അന്നത്തെ ദിവസം അവിടെയുള്ളവരൊക്കെ കുറച്ചും കൂടി നല്ല വേഷമൊക്കെ ഇട്ട്, ഞാൻ വളരെ പഴയ കാലത്തെക്കുറിച്ച് നിങ്ങളോട് പറയുന്നത് 6000-7000 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് ഉരുത്തിരിഞ്ഞ നിയമങ്ങളൊക്കെ ആയിരിക്കും ഇത്. അപ്പോൾ അവർക്കൊന്ന് തയ്യാറായിരിക്കാൻ കഴിയും. അങ്ങനെ തയ്യാറായിരിക്കുന്ന ദിവസം ആർക്ക് വേണമെങ്കിലും വരാം, വിരോധമല്ല. അതാണ് തിഥി നോക്കി വരിക എന്ന് പറഞ്ഞു. ഇയാൾ അങ്ങനെ അല്ലാത്തൊരു ദിവസം വന്നു, ആ തിഥി നോക്കാതെ വന്നു. അയാളെക്കുറിച്ച് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? അയാൾ ആവശ്യക്കാരനെന്നല്ല, അത്യാവശ്യക്കാരനാണ്. എന്തോ കാര്യമായ അത്യാവശ്യം അയാൾക്കുണ്ട്. ചിലപ്പോൾ സാമ്പത്തികമാകാം, ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ചോദിക്കാനാവാം. അത്യാവശ്യമായിട്ട് വന്നിട്ടുള്ളവനാണ്. ആ അത്യാവശ്യക്കാരന് അവന് ദേവനെ പോലെ കണക്കാക്കി അവനെന്താ വേണ്ടേ എന്ന് വെച്ചാൽ അത് ചെയ്തു കൊടുക്കണം എന്നാണ്. വിശുദ്ധ ബൈബിളിൽ പറയുന്നുണ്ട്, ആവശ്യക്കാരനെ കാത്തിരുത്തി വിഷമിപ്പിക്കരുത് എന്ന്. ഈ ആവശ്യക്കാരനെ ഒരിക്കലും വിഷമിപ്പിക്കാതെ ദൈവത്തെ പോലെ കണക്കാക്കണം എന്നൊക്കെയാണ് പഠിപ്പ് കഴിഞ്ഞ് പോകുന്ന കുട്ടികളോട് അന്ന് ഗുരുക്കന്മാർ പറഞ്ഞു കൊടുത്തിരുന്നത്. ഈ 15 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ മക്കളെ, ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. കുട്ടികൾ പോകുമ്പോൾ ഇത് ഞാൻ കുറേ കൂടി ഡീറ്റെയിൽഡായിട്ട് ഒരു പക്ഷേ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്ന പ്രഭാഷണത്തിലൂടെയാണ് അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാറ്. നമ്മുടെ മക്കൾക്ക് ഈ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണം. ഓൾഡ് ഈസ് ഗോൾഡ്. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.